RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഇന്നലെ രാത്രി നടന്ന MLS കപ്പിലെ വിജയികളായ ലയണൽ മെസ്സി ടീമിനെ കുറിച്ചാണ്. ഇന്റർ മിയാമിയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇന്റർ മിയാമി അവരുടെ ചരിത്രത്തിൽ ആദ്യത്തെ കപ്പ് നേടിയിരിക്കുകയാണ്. അതോടുകൂടി ലയണൽ മെസ്സിയുടെ കരിയറിലെ 48ാമത്തെ കിരീടമാണ് സ്വന്തമാക്കിയിരിക്കുകയാണ്. ഈ ചങ്ങായി ഇത് എവിടേക്കാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്? ചങ്ങായി റെക്കോർഡുകൾ തന്നെ ഇങ്ങനെ തിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് തിരുത്തിയ റെക്കോർഡുകൾ ഒരുപാടുണ്ട്. ഏറ്റവും കൂടുതൽ ട്രോഫി 48 ട്രോഫികളാണ് ചങ്ങായി കരിയറിൽ നേടിയിട്ടുള്ളത്. അതേപോലെ ഇന്റർ മിയാമിയുടെ ഈ ബാഡ്ജിൽ, ഇവിടെ ഉണ്ടാവുന്ന ഈ ബാഡ്ജിൽ ഒരു സ്റ്റാർ ആദ്യമായിട്ട് പതിപ്പിക്കാൻ കഴിഞ്ഞു ചങ്ങായിലൂടെ. അപ്പോ ഇതിനെയൊക്കെയല്ലേ ശരിക്കും മാസ് എന്ന് പറയാ. ഒന്നല്ലാത്തൊരു ടീമിനെ ഒരു ലീഗിൽ പോയിട്ട്, MLS ലീഗിൽ പോയിട്ട് ഒന്നല്ല, അതിൽ ഇതുവരെ ഒരു ട്രോഫി ഒരു പിണ്ണാക്ക് നേടിയിട്ടില്ല. അവിടെ പോയിട്ട് കുറച്ച് പടയാളികളെയും കൂട്ടിയിട്ട് ഇറങ്ങിയിരിക്കാം. അപ്പോൾ അന്ന് ക്ലബ് വേൾഡ് കപ്പ് യോഗ്യത നേടിയപ്പോൾ അത് ഹോസ്റ്റ് കൺട്രി ആയിട്ട് അവിടെ നിന്ന് കിട്ടിയതല്ല, അങ്ങനെയല്ല ഇങ്ങനെയല്ലേ പറഞ്ഞു. പക്ഷെ അതിന് മുമ്പൊക്കെ ഇന്റർ മിയാമിയുടെ കളി മോശമായിരുന്നു എന്നുള്ള കാര്യം ശരിയാണ്. പക്ഷെ അതിനുശേഷം ഇന്റർ മിയാമിയുടെ ഒരു വരവായിരുന്നു. കപ്പിൽ യോഗ്യത കിട്ടിയപ്പോൾ അത് ഹോസ്റ്റ് കൺട്രി ആയിട്ട് അങ്ങനെ ഒരു ക്ലബ്ബായിട്ട് കിട്ടിയതില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ MLS കപ്പിലേക്ക് യോഗ്യത നേടാൻ വേണ്ടിയിട്ട് ഈസ്റ്റേൺ കോൺഫറൻസും വെസ്റ്റേൺ കോൺഫറൻസും തമ്മിലുള്ള മത്സരമാണ് ഫൈനലിൽ വന്നത്. അതിനു മുമ്പ് അവിടെ സെമി ഫൈനലിലും അവിടെ ഒരു ഫൈനൽ ഉണ്ടായിരുന്നു. അതിൽ ജയിച്ചപ്പോൾ പറഞ്ഞാൽ ഇത് ഇവിടെ ഈസ്റ്റേൺ അല്ലേ, ഇനി അടുത്ത് മുള്ളറിന്റെ ടീമാണ് വരാൻ പോകുന്നത്, അവിടെ മെസ്സിനെ മുള്ളിക്കുന്നൊക്കെ പറഞ്ഞ ടീമുകളൊക്കെ ഇപ്പൊ എവിടെയാണെന്ന് അറിയില്ല കേട്ടോ. എമാതിരി ഒരു ഫൈറ്റാ കൊടുത്തത്. 3-1 വിജയമാണ് വിജയിച്ചത്. അതിൽ 2 അസിസ്റ്റും, അതേപോലെ ഫൈനലില് MVP, അതേപോലെ ടൂർണമെന്റിൽ MVP തൂക്കിയിട്ടാണ് ചങ്ങായി. കപ്പടിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ അടിക്കണം, അല്ലാതെ അടിച്ചിട്ടൊരു കാര്യമില്ല. കപ്പടിക്കുകയാണെങ്കിൽ എങ്ങനെ അടിക്കണം. ഏറ്റവും കൂടുതൽ അസിസ്റ്റുകൾ നേടിക്കൊണ്ട് ഇപ്പൊ റെക്കോർഡ് വീണ്ടും തകർത്തിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ കളിയിലും 2 അസിസ്റ്റ് കൊടുത്തിട്ട് ആ റെക്കോർഡും ആളുടെ പേരിലുള്ള തന്നെ തിരുത്തിയിട്ടുണ്ട്. 404 എന്ന റെക്കോർഡ് ബുസ്കറ്റ്സ്, നമ്മുടെ റയൽ മാഡ്രിഡിന്റെ ലെജൻഡ് ആയിരുന്ന ചങ്ങായുടെ റെക്കോർഡ് കഴിഞ്ഞ മത്സരത്തിൽ 405 തകർത്തതായിരുന്നു. അതിനുശേഷം ഇന്ന് 2 അസിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഡീപോളിനും ഒരു അസിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. 90 മിനിറ്റുകൾക്ക് ശേഷം ആ വിജയ ഗോൾ നേടുമ്പോ ബുസ്കറ്റ്സിനും ആൽബയ്ക്കും ഇതോടുകൂടി ഫുട്ബോളിൽ നിന്ന് വിട പറയാനുള്ള ആ ഒരു ട്രോഫിയും കൂടി കൊടുത്തിട്ടാണ് ചങ്ങായി ഇവിടുന്ന് പറഞ്ഞു വിടുന്നത്. എന്താല്ലേ, ഇതിനൊക്കെയല്ലേ മാസം എന്ന് പറയാ. വെറുതെ നിന്ന് കളിക്കല്ല. ഒരു ലീഗിൽ എവിടെയോ കിടക്കുന്ന ഒരു ടീമിനെ, റിലേഷൻ സോണിന്റെ അപ്പുറം കിടക്കുന്ന ഒരു ടീമിനെ കൊണ്ടുവന്ന് ട്രോഫികൾ മുത്തമിടുക എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യം തന്നെയാണ്. അങ്ങനെ ലയണൽ മെസ്സിയുടെ കരിയറിൽ 48ാമത്തെ കിരീടം ചുരുക്കുകയാണ്. ഇന്നലെ നടന്ന ഫൈനലിൽ വാൻകോവർ വൈറ്റ് ക്യാപ്പ് FC 1-3 ഗോളുകൾക്കാണ് ഇന്റർ മിയാമി പരാജയപ്പെടുത്തുന്നത്. മുള്ളറുടെ ടീമിനെ മുള്ളിച്ചിട്ടാണ് ഗ്രൗണ്ടിൽ നിന്ന് വിട്ടാക്കിയത്. അമ്മാതിരി പെർഫോമൻസ് ആയിരുന്നു. അതേപോലെ ഇവർക്കും വൈറ്റ് ക്യാപ്സിനും നല്ല അവസരങ്ങൾ കിട്ടിയിരുന്നു. പക്ഷേ അർജന്റീനക്കാരനായ ഗോൾ കീപ്പർ, ഇന്റർ മിയാമിയുടെ ഗോൾ കീപ്പർ അതിസുന്ദരമായിട്ടുള്ള സേവുകളായിരുന്നു. കുറച്ച് 1-2-3 ചാൻസുകൾ. അതേപോലെ ലയണൽ മെസ്സിക്കും ഒരു കിട്ടു ഗോളിനുള്ള അവസരം കിട്ടിയിരുന്നു. അത് വൈറ്റ് ക്യാപ്പിന്റെ ഒരു ഡിഫൻഡർ ജസ്റ്റ് തലയും കൊണ്ട് ജസ്റ്റ് സ്ലൈഡ് ചെയ്ത് വിടുക. ആ ഒരു ഹെഡർ ഗോളാവുകയാണെങ്കിൽ ഇന്ന് 2 അസിസ്റ്റും 1 ഗോൾ നേടുന്ന ചങ്ങായാണ്. ഈ ചങ്ങായിയുടെ പേരുള്ള റെക്കോർഡുകൾ തന്നെ തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരാൾ ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ചിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഗോൾ സ്കോർ ചെയ്തൊരു റെക്കോർഡുകൾ ചിലപ്പോൾ ഇനി വരുന്ന തലമുറയിൽ ആരെങ്കിലുമൊക്കെ തകർത്തേക്കാം. അസിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ നേടിയിട്ടുണ്ടെങ്കിൽ അതും ആരെങ്കിലുമൊക്കെ തകർത്തേക്കാം. പക്ഷേ ഈ ഒരു മനുഷ്യൻ തന്നെ കുറെ ഗോളുകൾ അടിച്ചു കൂട്ടുക, അതിന്റെ കൂടെ തന്നെ കുറെ അസിസ്റ്റുകൾ അടിച്ച് കൂട്ടുക, ഇത് രണ്ടും എല്ലാവരെ കൊണ്ടും പറ്റുന്ന കാര്യമല്ല. ചില ജെന്നുകൾക്ക് മാത്രമേ കഴിയുള്ളൂ. അതിന്റെ പേരാണ് ലയണൽ മെസ്സി എന്ന്. ഈ 2 ഒരു കരിയറിൽ തന്നെ അവരുടെ ഗോൾ കോൺട്രിബ്യൂഷനും അതേപോലെ അസിസ്റ്റും ഗോളും ഗോൾ കോൺട്രിബ്യൂഷനും എല്ലാം കൂടെ നേടുന്നൊരു പ്ലെയർ എന്ന് പറഞ്ഞാൽ അത് സാധാരണക്കാരനല്ല. അതും ഈ 38ാമത്തെ വയസ്സിൽ ആലോചിക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ ലയണൽ മെസ്സി ഇനിയും ഒരുപാട് റെക്കോർഡുകളുണ്ട്. ഇപ്പൊ 48 ട്രോഫികളായി നിൽക്കുകയാണ്. ഇനി അടുത്ത ഫൈനലിസ്റ്റും വരാനുണ്ട്, വേൾഡ് കപ്പ് വരാനുണ്ട്. ഫൈനലിസ്റ്റും വേൾഡ് കപ്പും തൂക്കിയിട്ട് ഹാഫ് സെഞ്ചുറി അടിക്കുന്നതാണ് ഒരു തോന്നല്. നിങ്ങൾക്കുണ്ടോ തോന്നല്? തോന്നുന്നത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പോ എന്തായാലും ഇന്റർ മിയാമിയുടെ കുറെ കാലത്തിന് ശേഷം അവരുടെ ചരിത്രത്തിൽ തന്നെ ആദ്യ ട്രോഫിയാണ്, ആദ്യ മേജർ കിരീടമാണ് നേടിയിട്ടുള്ളത്. നമ്മൾ എന്തായാലും പറഞ്ഞാൽ കളിയെ കുറിച്ചൊന്നും അധികം പ്രതിപാദിക്കുന്നില്ല. കളി അതിമനോഹരമായി തന്നെ ഇന്റർ മിയാമി കളിച്ചു. 3-1 വിജയം സ്വന്തമാക്കിയിട്ടുണ്ട്. 2 അസിസ്റ്റുകൾ മെസ്സി നേടിയിട്ടുണ്ട്. ഡീപോളിന്റെ ഒരു ഗോളും. കളിയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു അർജന്റീന മയായിരുന്നു ഉണ്ടായിരുന്നത്. 5-ലേറെ അർജന്റീന പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. അതേപോലെ സ്പെയിനിൽ നിന്ന് 2, ഉറുഗ്വയിൽ നിന്ന് 2 ഗോൾ കീപ്പർ അർജന്റീനയുടെയാണ്. അപ്പോൾ മൊത്തത്തിൽ ഒരു അർജന്റീന ഇന്റർ മിയാമിയാണ് മൊത്തത്തിൽ കണ്ടത്. അപ്പോൾ വിരോധികൾക്ക് ഈ കപ്പ് എടുത്തതിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്താന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ അർജന്റീനയുടെ കുറെ പ്ലേയേഴ്സ് കളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ലയണൽ മെസ്സി എന്നുള്ള ഫാക്ട് വേറെ തന്നെയാണ്. പക്ഷേ അർജന്റീനയുടെ കുറെ പ്ലേയേഴ്സും കൂടെ കൂട്ടിലുണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ കപ്പ് നേടുവാൻ വേണ്ടിയിട്ട്.
അപ്പോൾ അങ്ങനെ 48ാമത്തെ കരിയറിലെ ട്രോഫി നേടിയിരിക്കുകയാണ്. അതിന്റെ കൂടെ ഒരുപാട് റെക്കോർഡുകൾ, നമുക്ക് ആ റെക്കോർഡിലേക്ക് ഒന്ന് കടന്നു കഴിഞ്ഞാൽ എന്താ പറയുക, ഈ ചങ്ങായി നേടിയ ട്രോഫികളും അതേപോലെ അതിലേക്ക് ഒന്ന് കടന്നു കഴിഞ്ഞാൽ എന്നെ പറയാൻ ഒരുപാടുണ്ട്. വാലന്റിയർ ആയിക്കോട്ടെ, അതേപോലെ ഗോൾഡൻ ബൂട്ട് ആയിക്കോട്ടെ, ഇനി നേടാനുള്ള ട്രോഫികൾ ഉണ്ടോ വല്ലതും. അപ്പൊ വിരോധികൾ പറയും യൂറോ കപ്പ് ഇല്ലല്ലോ, അതേപോലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഇല്ലല്ലോ, അതേപോലെ നാഷണൽസ് ലീഗ് ഇല്ലല്ലോ, കളിപ്പിച്ച അതും തൂക്കിയിട്ടേ വരും അവിടെ പോയി കളിപ്പിച്ചാൽ. ഓക്കെ, ആകെ ഒരു പരിഭവം എന്ന് പറഞ്ഞാൽ PSG വേണ്ടിയിട്ട് ആ ചാമ്പ്യൻസ് ലീഗ് തൂക്കി കൊടുക്കാതെ ആ ഫൈനലിൽ ആ ഒരു മങ്ങി നിന്നില്ലേ, ആ ഒരു വേദനാജനകമായ ഒരു കാര്യം മാത്രമേ ഉള്ളൂ അവർക്ക്. ചങ്ങായിക്ക് അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് PSG ആ ഒരു അന്തരീക്ഷം അത്ര നല്ലതായിരുന്നില്ല. അത് നെയ്മർക്കും മെസ്സിക്കും എംബാപ്പയ്ക്കും എല്ലാവർക്കും അറിയാം. ഇപ്പൊ ലൂയിസ് എൻട്രിക്ക് ആയിരുന്നു അവിടെയെങ്കിൽ മിക്കവാറും ആ ഒരു ട്രോഫി തൂക്കിയിട്ടുണ്ടാവും. ഈ ചങ്ങായി നേടിയ ട്രോഫികളിലേക്ക് ഒന്ന് കടന്നു കഴിഞ്ഞാൽ ലീഗ് കപ്പ് ഒരു പ്രാവശ്യം, MLS സൂപ്പർ ഷീൽഡ് ഒരു പ്രാവശ്യം, ഈസ്റ്റേൺ കോൺഫറൻസ് കപ്പ് നേടിയത് ഒരു പ്രാവശ്യം, 10 ലാ ലീഗ് അടിച്ചിട്ടുണ്ട്, അതേപോലെ 8 സൂപ്പർ ഡി എസ്പാനിയോൾ അടിച്ചിട്ടുണ്ട്, അതേപോലെ 7 കോപ്പ ഡെൽറേ അടിച്ചിട്ടുണ്ട്, 4 ചാമ്പ്യൻസ് ലീഗ് അടിച്ചിട്ടുണ്ട്, യുവേഫ സൂപ്പർ കപ്പ് 3 പ്രാവശ്യം അടിച്ചിട്ടുണ്ട്, ക്ലബ് വേൾഡ് കപ്പ് 3 പ്രാവശ്യം അടിച്ചിട്ടുണ്ട്, ലീഗ് 1 2 പ്രാവശ്യം അടിച്ചിട്ടുണ്ട്, കോപ്പ അമേരിക്ക 2 പ്രാവശ്യം അടിച്ചിട്ടുണ്ട്, വേൾഡ് കപ്പ് 1 പ്രാവശ്യം അടിച്ചിട്ടുണ്ട്, ഫൈനലിസം 1 പ്രാവശ്യം അടിച്ചിട്ടുണ്ട്, ഒളിമ്പിക് മെഡൽ 1 പ്രാവശ്യം നേടിയിട്ടുണ്ട്, അണ്ടർ-20 വേൾഡ് കപ്പും 1 പ്രാവശ്യം നേടിയിട്ടുണ്ട്, അതേപോലെ തന്നെ ട്രോഫി ഡി ചാമ്പ്യൻസ് 1 പ്രാവശ്യം നേടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും ട്രോഫികൾ എന്തായാലും ഹാഫ് സെഞ്ചുറി കടക്കാതെ ലയണൽ മെസ്സിയുടെ കരിയർ അവസാനിക്കില്ല എന്നുള്ള കാര്യം സംശയമില്ല. എന്ന് പറഞ്ഞാൽ 2026 ഫൈനലിസ്റ്റ് വരുന്നുണ്ട്, വേൾഡ് കപ്പ് വരുന്നുണ്ട്, ഇനി ഈ MLS ലീഗിൽ നിന്ന് ഒരു ട്രോഫി കൂടി വരാനുണ്ട്. MLS ലീഗിലെ മറ്റു ലീഗുകളും തമ്മിലുള്ള ഒരു മത്സരം കൂടി വരാനുണ്ട്. അതിന്റെ ഒരു വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ലയണൽ മെസ്സിയെക്കുറിച്ചും MLS ഇന്റർ മിയാമിയെക്കുറിച്ചും പറയുന്നത്. ഇതുവരെ ആ ട്രോഫിക്ക് ഒരു പിങ്ക് നിറം ഉണ്ടായിരുന്നില്ല, ആ പിങ്ക് നിറം ചാർത്തി കുടിച്ചിരിക്കുകയാണ് ലയണൽ മെസ്സി എന്ന ഇതിഹാസം. ബെക്കാമ പറഞ്ഞു ഒരു കാര്യമുണ്ട്. ബെക്കാമ പറഞ്ഞിട്ടുണ്ട് തന്റെ ഓഫർ കൊടുത്തപ്പോൾ ആൾക്ക് വേറെ ഏതെങ്കിലും യൂറോപ്പിൽ ഏതെങ്കിലും ക്ലബ്ബിൽ പോയി കളിക്കാമായിരുന്നു. ലയണൽ മെസ്സി എന്താ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അമേരിക്കയിലാണ് അടുത്ത വേൾഡ് കപ്പ്, അപ്പോൾ അമേരിക്കയിൽ കുറച്ച് കാലം കളിക്കുക, ഫാമിലി ആയിട്ട് കുറച്ച് റിലാക്സ് ചെയ്ത് ആ ഇന്റർ മിയാമിക്ക് വേണ്ടി കളിക്കാന്നുള്ളത്. പക്ഷെ ഇന്റർ മിയാമി വന്നപ്പോൾ ആളിനെ കാത്തിരിക്കുന്നത് ഒരുപാട് പ്രതീക്ഷകളാണ് ആളിൽ നിന്ന് കാത്തിരിക്കുന്നത്. അപ്പൊ ആ പ്രതീക്ഷ കാക്കേണ്ട കാര്യം ഉത്തരം ആളുടെ കയ്യിലാണ്. അപ്പൊ അതിന് ആള് നിസാരക്കാരനല്ല അവിടെ പോയല്ലോ. അപ്പൊ അതിനുള്ള മറുപടിയാണ് ഈ ട്രോഫികൾ എടുത്ത് ബെക്കാമിന് കൊടുത്തത്. ബെക്കാം പറയുന്നുണ്ട് ഇവിടെ വരാതെ വേറെ ഏതെങ്കിലും ക്ലബിലേക്ക് നോക്കും, പക്ഷെ ആള് എന്റെ ഇവിടെ വന്ന് കളിച്ചു, എനിക്ക് വേണ്ടി ട്രോഫികൾ നേടി, എന്റെ ഇന്റർ മിയാമി ക്ലബിന്റെ ജേഴ്സിയിൽ അവരുടെ ബാഡ്ജിന്റെ മോളില് ഒരു സ്റ്റാർ പതിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ഇതിന് എങ്ങനെയാണ് നന്ദി പറയാൻ അറിയില്ല, എന്നാലും ഞാൻ നന്ദി പറയാണ് ലയണൽ മെസ്സിയോട് എന്ന് പറയുന്നത്. ആ ഫൈനൽ നടക്കുന്ന ഗ്രൗണ്ടിൽ ഡേവിഡ് ബെക്കാം ഉണ്ടായിരുന്നു. അതേപോലെ മസ്കറാനോയുടെ കോച്ചിങ് കരിയറിലെ ഫസ്റ്റ് മാച്ച് ട്രോഫിയാണിത്. ചങ്ങായിയുടെ അന്നത്തെ ഇമോഷനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആൾക്കൊരു വേൾഡ് കപ്പ് കയ്യിൽ നിന്ന് വഴുതി പോയതാണ്. അതേപോലെ 2 കോപ്പ അമേരിക്ക, ഒരു വേൾഡ് കപ്പ് മെസ്സിയുടെ കയ്യിൽ നിന്ന് വഴുതി പോയപ്പോൾ ഒരുപാട് പേര് ട്രോൾ ചെയ്തിട്ടുണ്ട്. മെസ്സി ക്ലബിന് വേണ്ടിയിട്ടാണ് കളിക്കുന്നത്, അല്ലാതെ രാജ്യത്തിന് വേണ്ടി കളിക്കുന്നത്. പക്ഷെ രാജ്യത്തിന് വേണ്ടി 2 കോപ്പ അമേരിക്ക, ഒരു വേൾഡ് കപ്പ് നേടിയിട്ടുണ്ട്. ഇനി എന്താണ് നേടേണ്ടത് ഈ ചങ്ങായി? നിങ്ങളൊന്ന് പറഞ്ഞു തരും. യൂറോ കപ്പോ നേടേണ്ടത്, അതോ നാഷണൽസ് ലീഗോ നേടേണ്ടത്? നിങ്ങൾ പറഞ്ഞു തരണം അതിനുള്ള ഉത്തരം. ഇതിനെല്ലടോ ഗോട്ടെന്ന് വിളിക്കുക. സമ്പൂർണ്ണ എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണ, അതും ഒരു വേൾഡ് കപ്പ്, ഒരു മേജർ ടൂർണമെന്റിൽ ആ ട്രോഫി അടിക്കണ്ടെങ്കിൽ അവിടുത്തെ MVP അതേപോലെ ഗോൾഡൻ ബൂട്ടും അതേപോലെ ഏറ്റവും കൂടുതൽ അസിസ്റ്റും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടാണ് ചങ്ങായി ആ കപ്പ് നേടുക. അപ്പോ ഇനിയും കാത്തിരിക്കാം നമുക്ക് ലയണൽ മെസ്സിയുടെ ഒരുപാട് ട്രോഫികൾക്കായിട്ട്. ഏകദേശം 2026 ആൾ വിട പറയുന്നുള്ള കാര്യം അത് ഏകദേശം ഉറപ്പാണ്. പക്ഷെ എന്നാലും ഇന്റർ മിയാമിക്ക് വേണ്ടി ചിലപ്പോൾ 2 കൊല്ലം കളിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇന്റർ മിയാമിയിൽ ഇനിയും മത്സരങ്ങൾ ഉണ്ടാവും, ഇനിയും ട്രോഫികൾ വാരിക്കൂട്ടലുണ്ടാവും. മുള്ളറുടെ കാര്യം എന്ന് പറഞ്ഞാൽ മുള്ളറായിട്ടുള്ള കളി വരുന്ന സമയത്തൊക്കെ ലയണൽ മെസ്സിക്ക് കുറെ പ്രാവശ്യം പഴിച്ചിട്ടുണ്ട്. കൂടുതലും മുള്ളറാണ് വിജയിച്ചിട്ടുള്ളത്. 1-2 പ്രാവശ്യം മാത്രമാണ് ലയണൽ മെസ്സിക്ക് വിജയിക്കാൻ കഴിഞ്ഞുള്ളൂ. ആ ഒരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ അത് കളി ഗ്രൗണ്ടിൽ കണ്ടപ്പോൾ ഫസ്റ്റ് ഹാഫൊക്കെ തുടങ്ങിയപ്പോൾ ലയണൽ മെസ്സി ഇങ്ങനെ കാഴ്ചക്കാരനായിട്ട് ഗ്രൗണ്ടിൽ ഇങ്ങനെ നിൽക്കായിരുന്നു, വാച്ച് ചെയ്യുന്നു. അത് ആരോ പറഞ്ഞിട്ടുണ്ട്, ഓടുന്ന മെസ്സിയേക്കാൾ നിൽക്കുന്ന മെസ്സിയാണ് ഡേഞ്ചർ എന്ന്. അതേപോലെ തന്നെയാണ് മത്സരത്തെ 2 അസിസ്റ്റുകളും അതേപോലെ ആ ഒരു രണ്ടാമത്തെ അസിസ്റ്റ് കൊടുക്കുന്നുണ്ടല്ലോ, ആ ഒരു ഇന്റർസെപ്ഷൻ ചെയ്ത് ബോൾ എടുത്തിട്ട് പോയിട്ട് കൊടുക്കുന്ന ഡി ബോളിന്, വല്ലാത്തൊരു ചങ്ങായി തന്നെ. MLS ലീഗിൽ മെസ്സിയുടെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ മോസ്റ്റ് അസിസ്റ്റ് 7 അസിസ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ മോസ്റ്റ് ഗോൾ ഇൻവോൾവ്മെന്റ് 13 ഉണ്ട്. അതേപോലെ തന്നെ മോസ്റ്റ് എക്സ് അക്യുമുലേറ്റഡ് 2.30% അതേപോലെ മോസ്റ്റ് ബിഗ് ചാൻസ് ക്രിയേറ്റഡ് 8 പ്രാവശ്യം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ മോസ്റ്റ് കീ പാസസ് 21 പാസുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് മോസ്റ്റ് ഗോൾ സ്കോറാണ്, 6 ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ തേർഡ് മോസ്റ്റ് സക്സസ്ഫുൾ ട്രിബിളിംഗ് ആണ്, 10 ട്രിബിളിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തേർഡ് മോസ്റ്റ് ഡ്വൽ വിൻ 35 പ്രാവശ്യമാണ്, അതും ഈ 38ാമത്തെ വയസ്സിൽ നിന്ന് ആലോചിക്കണം.
ചെറിയ പിള്ളേരുടെ കൂടെയാണ് കളിക്കുന്നതും കൂടി ആലോചിക്കണം. അപ്പോ ഈ ജിന്ന് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഇത് എവിടേക്കാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കപ്പ് വിജയിച്ചതോട് കൂടിയിട്ട് ഇനി മെസ്സിക്ക് ഒരു ഫൈനൽ കൂടി കളിക്കേണ്ടി വരുന്നുണ്ട്. അമേരിക്കൻ ലീഗ് ചാമ്പ്യൻസും മെക്സിക്കൻ ലീഗ് ചാമ്പ്യൻസും തമ്മിലുള്ള ഒരു മത്സരം വരാനുണ്ട്. അപ്പോൾ അതിലും കൂടി ട്രോഫി മുത്തമുണ്ടാണെങ്കിൽ ഫൈനലിസ്റ്റ് വേൾഡ് കപ്പ് ഉണ്ട്. ഇനി ഒരുപാട് ട്രോഫികൾ വരാനുണ്ടോ ഈ ഡ്രോയിലേക്ക്, ഈ ഒരു ഷെൽഫിലേക്ക് ഒരുപാട് ട്രോഫികൾ ഇനിയും വരാനുണ്ട്. അപ്പോൾ കാത്തിരുന്ന് കാണാം. അസൂയപ്പെടുന്നവർ അസൂയപ്പെട്ടുകൊണ്ടേയിരിക്കും. ഈ ചെങ്ങായെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ സമയത്തിന്റെ ഒരു പ്രശ്നമുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഇന്റർ മിയാമിയുടെ കളിയും കഴിഞ്ഞ് ഫുട്ബോളും കളിച്ചിട്ട് ഇപ്പൊ രാവിലെ റൂമിലെത്തി കുളിയൊക്കെ കഴിഞ്ഞ് വീഡിയോ ചെയ്യാണ്. അപ്പോൾ സമയം 6 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും എല്ലാവരും ഈ വീഡിയോ കാണാം. നിങ്ങളുടെ ഫ്രണ്ട്സിന് പരമാവധി മെസ്സി ഫാൻസിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ റൈഹാൻ ഭയങ്കര ഹാപ്പിയിലാണ്, വീഡിയോ ചെയ്യാൻ വരുന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് നാളെ രാവിലെ തന്നെ പോസ്റ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ആശാൻ കിടന്നുറങ്ങിയിരിക്കുകയാണ്. ഞാൻ കളി കഴിഞ്ഞ് വരുമ്പോഴേക്കും ആശാൻ കിടന്നുറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ആള് കൂടിയില്ല. അടുത്ത വീഡിയോയിൽ എന്തായാലും ഇതിന്റെ കളിയെക്കുറിച്ചൊരു നമ്മൾ വീഡിയോ ഇടുന്നുണ്ട്. അപ്പൊ എന്തായാലും ആള് ഉണ്ടാവും വീഡിയോയിൽ. അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.